കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി 7-ാം തീയതി തിയേറ്ററിലൂടെ റിലീസായി ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. അപ്പോൾ സിനിമ കഴിഞ്ഞ ആഴ്ച എനിക്ക് കാണാൻ സാധിച്ചില്ല, ചെറിയ ചെറിയ തിരക്കുകൾ കൊണ്ട് എനിക്ക് മിസ്സായിപ്പോയി. അപ്പം സിനിമ അതാ ഇപ്പം കണ്ടിരിക്കുകയാണ്. പാലക്കാട് ന്യൂ ആരോമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. ജോബി ജോർജിൻ്റെ നിർമ്മാണത്തിൽ ശരൺ വേണുഗോപാലിൻ്റെ റിട്ടേൺ ആൻഡ് ഡയറക്ഷനിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻ സിയർ, ഗാർഗി ആനന്ദൻ, തോമസ് മാത്യു, അതുപോലെ തന്നെ ഷെല്ലി കിഷോർ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് മലയാളത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ. അപ്പോൾ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പം ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ തിരക്കുകൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച സിനിമ കാണാൻ സാധിച്ചില്ല. അപ്പം അവിടെ ചെറിയ ചെറിയ സോഴ്സുകളിൽ നിന്നും പടം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടായി. എന്തായാലും കാണണം എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ സിനിമ കണ്ടിരിക്കുകയാണ്. പാലക്കാടുള്ള ന്യൂ ആരോമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. ഒരു വമ്പൻ ക്രൗഡ് നിറഞ്ഞ ഓഡിയൻസിൻ്റെ കൂടെ കാണണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ കണ്ടത് എനിക്ക് വേണ്ടി മാത്രം ഷോ ഓടിച്ച ഒരു തിയേറ്ററിൽ നിന്നാണ്. മൊത്തം കൂടി എനിക്ക് തോന്നുന്നു ഒരു 8 പേരോ 7 പേരോ സിനിമ കാണാനുണ്ടായിരുന്നു. ഭയങ്കര സങ്കടം എനിക്ക് തോന്നി. കുറച്ച് വിഷ്വൽസ് ഞാനിടാം. ഇൻ്റർവെൽ സമയത്ത് എടുത്താണ് ഞാൻ. ആരും പുറത്തു പോയതോ അകത്ത് വന്നോ അങ്ങനെയുള്ള സമയത്ത് എടുത്തതല്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം കാണാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരൺ വേണുഗോപാൽ ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത. ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. സെക്കൻഡ് ഷോയ്ക്കാണ് ഞാൻ പോയത്. ഞാൻ ഉറപ്പിച്ചു, സിനിമയുടെ ഒരു ഫസ്റ്റ് തുടക്കം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഉറങ്ങിപ്പോവും. കാരണം അത്ര സ്ലോ പേസിൽ പോകുന്നൊരു പടം എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഒരു സെക്കൻഡിൽ, ഒരു സീനിൽ പോലും എന്നെ ബോറടിപ്പിക്കാതെ, എനിക്ക് ഇത്തരം സിനിമകൾ ഇഷ്ടമാണ്. എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുത്തി ഈ സിനിമ. എനിക്കറിയില്ല അത്ര ഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്തതെന്നുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, ക്യാമറ ആകട്ടെ, അപ്പു പ്രഭാകരാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്, രാഹുൽ രാജാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് അതിൻ്റെ ഓരോ സീൻ ബൈ സീനും അതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഭയങ്കര ബ്യൂട്ടിയോടുകൂടി അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് എനിക്ക് തോന്നിയത്. നാരായണൻ്റെ മൂന്നാൺമക്കൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സിനിമയുടെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നാരായണി മരണപ്പെടുക്കയിലാണ്. അപ്പം മരണം ഇന്ന് സംഭവിക്കുക അല്ലെങ്കിൽ നാളെ സംഭവിക്കുക, ആ ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോൾ തൻ്റെ മൂന്നാൺമക്കൾ, കുറേ നാളായിട്ട് പിരിഞ്ഞിരുന്ന മൂന്നാൺമക്കൾ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കൂടുന്നതും പിന്നീട് അവരുടെ ആ ഒരു 2-3 ദിവസം കൊണ്ട് സംഭവിക്കുന്ന കഥകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ അത് പറയാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വളരെ മികച്ച രീതിയിൽ സീരിയസ് കൊടുക്കേണ്ടടുത്ത് സീരിയസ് ആയിട്ടും, കുറേ മെമ്മറീസ് നൊസ്റ്റാൾജിയൊക്കെ അടുപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ അവിടെ അങ്ങനെയും, അതുപോലെ തന്നെ കോമഡി ചേർക്കേണ്ടടുത്ത് നർമ്മം ചേർക്കേണ്ടടുത്ത് നർമ്മം ചാലിച്ചും തന്നെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിടത്തും ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു സീനായിട്ട് എവിടെയും ഫീൽ ചെയ്തില്ല. വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫീല്. ഒരു നാച്ചുറൽ സോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പടത്തിനൊരു ആത്മാവെന്ന് പറയുമല്ലോ, ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും ഒരു വീട്ടിൽ നടക്കുന്നൊരു സംഭവം അവിടെ കൊണ്ട് ക്യാമറയൊക്കെ വെച്ച പോലത്തെ ഒരു ഫീല് മാത്രം. അത്ര ഡയലോഗ് ഡെലിവറി പോലും ഓരോ ആർട്ടിസ്റ്റും ഗംഭീരമായിട്ട് അതിൻ്റെ ഒരു മീറ്ററൊക്കെ പിടിച്ച്, നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഒരു തപ്പലുണ്ടാവുമല്ലോ, ആ ഒരു തപ്പലും എല്ലാം വെച്ച് തന്നെയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സൂപ്പർ മെയ് പെർഫോമൻസും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ സുരാജ് വെഞ്ഞാറമൂട്, ജോജു ജോർജ്, അലൻ സിയർ ഇവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അലൻ സിയറിനെ എനിക്ക് പേഴ്സണലി കുറച്ച് ഒരു ഇഷ്ടക്കുറവുണ്ട്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ബിഹേവിങ്, പുള്ളിയുടെ ആ ക്യാരക്ടർ പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തോമസ് മാത്യു കുറേ നാളുകൾക്ക് ശേഷം, ആനന്ദം സിനിമയിലെ മെയിൻ ക്യാരക്ടറായിരുന്നു, നായകനായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം പുള്ളിയെ കണ്ടു. അതിനകത്തൊരു 18 വയസ്സുകാരനായിട്ടാണ് പറയുന്നത്. അത് കാണുമ്പോഴും തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ. ശരീരവും പുള്ളിയുടെ ഒരു ലുക്കും ബേസും എല്ലാം
സൂപ്പറായിട്ട് അത് ചെയ്തു. അതുപോലെ ഗാർഗി ആനന്ദൻ എന്ന് പറയുന്നൊരു ലേഡി ക്യാരക്ടർ വരുന്നുണ്ട്, അതും ഗംഭീരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ. പിന്നെ ആരെ പറയാതെ ഷെല്ലി കിഷോർ, നമ്മുടെ മിന്നൽ മുരളിക്ക് ശേഷം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ക്യാരക്ടർ ഒരു നല്ലൊരു സിനിമ കാണുന്ന ഇപ്പോഴാണെന്ന് തോന്നുന്നു. കുറച്ച് ഡയലോഗ്സും കുറച്ച് സാധനമേ ഉള്ളൂ, പക്ഷേ ആ വന്ന ക്യാരക്ടർ രജിസ്റ്റർ ചെയ്തിട്ടാണ് പോയത്. അതൊരു സൂപ്പർ ഫീലായിരുന്നു. ജ്യോതി സ്വരൂപ് പാണ്ഡെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കട്ട്സാണ്, ഒരു നമുക്ക് മനസ്സിലാവാത്ത രീതിയിലോ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ആ ഓരോ മൊമെൻറ്റ്സിനെയും രജിസ്റ്റർ ചെയ്ത് നമ്മളിലേക്ക് കൺവേ ചെയ്ത് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു ഫീല് സിനിമയ്ക്ക് കൊടുക്കാനും ആ കട്ട്സിന് സാധിച്ചു. വളരെയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ബഹളം ഉണ്ടാക്കുകയോ പരിപാടികളോ ഒന്നുമില്ല. പല സീനുകളിലും വളരെ സൈലൻ്റ്, പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ തിയേറ്ററിലേക്ക് കൂടുതൽ ആളുകളെ കാണാത്തൊരു സ്ഥിതി എനിക്ക് തോന്നുന്നു. പക്ഷേ പടം വെർത്താണ്. നിങ്ങൾ OTT വന്നു കഴിയുമ്പോൾ നിങ്ങളിത് കണ്ടോണം. ഇത്രയും നല്ല മനോഹരമായ സിനിമ തിയേറ്ററിൽ വർക്കൗട്ട് ആയില്ലല്ലോ എന്ന് പറയുന്നത്. ഇപ്പം നിർമ്മാതാക്കൾ പറയുന്ന ആ ഒരു പരാതി എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നി ഇപ്പം ശരിയാണ്. കാരണം നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അതൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല. വലിയ കൊട്ടിഘോഷിച്ച് വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ മാത്രമേ തിയേറ്ററിൽ കുറച്ചെങ്കിലും അനക്കം ഉണ്ടാക്കുന്നുള്ളൂ. അത് ശരിയല്ല. ചെറിയ സിനിമകൾ വരുന്നുണ്ട്, ആർട്ടിസ്റ്റിനെങ്കിലും നോക്കിയിട്ട് ആൾക്കാർ കയറാൻ ശ്രമിച്ചു നോക്കുക. അല്ലാതെ സിനിമയ്ക്ക് എന്താണ് പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ ഫിലിമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വെർത്ത് ഫിലിമാണ്, സൂപ്പർ ഫിലിമാണ്. പോയി കണ്ടു നോക്കുക. നിങ്ങളുടെ അടുത്ത തിയേറ്ററിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.